താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ഇന്ന് പിടികൂടിയ കുട്ടിയെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കിയതിനു ശേഷമാണ് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത്. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് നമ്മളൊപ്പം ചേരുന്നത്. ബെൻസൺ, എന്തെല്ലാമാണ് വിവരങ്ങൾ? ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആറാമതൊരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ വിദ്യാർത്ഥിയെ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കുകയും തുടർന്ന് നിയമ നടപടികളുടെ ഭാഗമായി ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 6 വിദ്യാർത്ഥികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവർ ഈ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം എത്തുന്നത് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോണും അതിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. കാരണം 62-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ നടന്നതും തുടർന്ന് ഈ ഷഹബാസിനെ എല്ലാം മർദ്ദിച്ചതിന് ശേഷം പിന്നീടുള്ള അതിനുശേഷം നടന്നിട്ടുള്ള ചർച്ചകളെല്ലാം ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൂടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ മർദ്ദനത്തിനായി ഉപയോഗിച്ച നഞ്ചക്കടക്കമുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം തന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു മർദ്ദനത്തിന്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതിലൊരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഈ അന്വേഷണം എത്തുകയും ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും നിയമ നടപടികളുടെ ഭാഗമായി ഇപ്പോൾ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാർത്ഥിയും ഈ സമാന രീതിയിൽ ഈ ഷഹബാസിനെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ആക്രമിച്ച സമയത്ത് നേരിട്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയാണ്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ അവസാനമായി നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻസ് പ്രകാരം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ CCTV ദൃശ്യങ്ങൾ അന്വേഷണ ഘട്ടത്തിൽ നിർണായകമാകുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണം നടന്നതിന് തൊട്ട് സമീപത്തുള്ള ഒരു മാളിൽ നിന്നും മാളിന് താഴ്ഭാഗത്തായി വിദ്യാർത്ഥികളെല്ലാവരും കൂടി നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 6 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10ഓളം വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് നിൽക്കുന്നതടക്കമുള്ളതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അതിൽ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒരേപോലെ ഡ്രസ്സ് ധരിച്ച് കറുത്ത ഷർട്ട് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളാണുള്ളത്. അത് ഈ മർദ്ദനത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തുന്നതും വീണ്ടും ഒരു തവണ കൂടി മറ്റു വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിനായിട്ടുള്ള കോപ്പ് കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആ വിദ്യാർത്ഥികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയെല്ലാം ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. തുടർന്ന് ആ മാളിലെ ജീവനക്കാരെത്തി വിദ്യാർത്ഥികളെ ഓടിച്ചു വിടുകയായിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ മാൾ ജീവനക്കാരുടെ അടക്കം മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ അന്വേഷണം കൃത്യമായും വ്യക്തമായും മുൻപോട്ട് പോവുകയാണ്. അതിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ആക്രമണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവയെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഈ പിതാവ് ഷഹബാസിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു, കൂടുതൽ ആളുകൾക്ക്, അതായത് മുതിർന്ന ആളുകൾക്ക്, ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾക്കും ഈ കേസിൽ പങ്കുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ ആ ഒരു ആരോപണം സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളിലേക്ക് തന്നെയാണ് കൂടുതൽ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം എത്തുമോ അല്ലെങ്കിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ എത്തുമോ എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണം കൃത്യമായും പുരോഗമിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാളെ വീണ്ടും അടുത്ത പരീക്ഷയുണ്ട് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ഈ ഒബ്സർവേഷൻ ഹോമിന് മുമ്പിൽ വീണ്ടും വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങളും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും തുടരുകയാണ്. സൂചിപ്പിച്ചതുപോലെ 6 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതിൽ 6ാമതായി പിടികൂടിയ വിദ്യാർത്ഥിയെ കൂടി ഇപ്പോൾ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബെൻസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.